ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണേ വിചാരിക്കണേ. അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ എൻ്റെ ലഞ്ച് പ്രിപ്പറേഷനും അതുപോലെ തന്നെ ചെറിയൊരു അൺബോക്സിങ്ങും പിന്നെ നമ്മുടെ ഗിവ് അവേ വിന്നർ ആരൊക്കെയാണെന്ന് നമുക്കറിയണ്ടേ. അപ്പോൾ ഞാൻ രണ്ടുപേരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കമ്മ്യൂണിറ്റിയിൽ ഓരോ ആഴ്ചയിലും കൂടുതൽ കമൻറ്റ് ചെയ്ത ആളിങ്ങനെ വരും കേട്ടോ. ആര് ഏത് അക്കൗണ്ടിൽ നിന്നാണെന്നുള്ളത് ഇങ്ങനെ കാണിക്കും. അപ്പം അങ്ങനെ ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. അതിൽ രണ്ടാളെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ആരാന്നും ഇന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും എൻഡ് വരെ കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. എന്നാലാണ് നമുക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് അപ്പോൾ ലഭിക്കുള്ളൂ കേട്ടോ. ശബ്ദത്തിന് ഭയങ്കര പ്രശ്നമുണ്ട് കേട്ടോ. അതാണ് ഇടയ്ക്ക് ഒരു സ്റ്റക്കൊക്കെ വരുന്നത്. നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഇതാന്ന് ചോറും ആവോലി കറിയും അതുപോലെ തന്നെ ഒരു ഉപ്പേരി ഉണ്ടാക്കണം കേട്ടോ. ആവോലി വറുക്കാൻ വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച് ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ പിന്നെ അത്രയൊക്കെ ഉണ്ടാക്കണമുണ്ട്. പിന്നെ ഇന്ന് ക്ലീനിങ്ങും വേറെ കാര്യങ്ങളൊക്കെ ഉള്ള ദിവസമാണ്. കുറച്ച് ദിവസമായിട്ട് വീട്ടിലുണ്ടായിരുന്നില്ലല്ലോ, ലക്ഷദ്വീപ് പോയതായിരുന്നില്ലേ. അപ്പോൾ അതിൻ്റെ തിരക്കും പിന്നെ അത് കഴിഞ്ഞ് വന്നതിൻ്റെ ക്ലീനിങ്ങും ഒക്കെ കൂടെ ക്ഷീണവും കാര്യങ്ങളൊക്കെ കൂടെ ആയിട്ട് കുറേ പണി പെൻഡിങ്ങിലാണ് കേട്ടോ. അപ്പം ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളൊക്കെ വിശേഷം? വ്യൂസ് വളരെ കുറവാണ് ഇപ്പോൾ. പിന്നെ നമ്മളിങ്ങനെ കൂടുതൽ അതിന് പിന്നാലെ നടന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ തന്നെ വ്യൂസ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇപ്പം എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഇതിൻ്റെ കൂടെ ഇതാവാനായിട്ട് പറ്റണില്ല, അത്ര ശ്രമിച്ചിട്ടും. അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്കറിയാം. എന്നാലും നിങ്ങൾ പരമാവധിയൊക്കെ ഒന്ന് കാണാനും ഷെയർ ചെയ്യാനൊക്കെ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ കമൻറ്റും ചെയ്യട്ടോ. അപ്പോൾ ഞാൻ ഗിവ് അവേ വിന്നർക്ക് വേണ്ടിയിട്ട് 2 കുക്ക്വെയർ സെറ്റാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് ഞാൻ മീഷോയിൽ 2 ട്രേ വാങ്ങിയിട്ടുള്ളതായിരുന്നു കേട്ടോ. ഈ റാക്കിലിരിക്കുന്ന നമ്മുടെ ഓയിൽ ക്യാനും ഉപ്പിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുള്ള ട്രേ ഉണ്ടല്ലോ, അത് ആകെ നാശമായിട്ടുണ്ട്. ഒരുപാട് കാലമായിട്ട് അത് വാങ്ങിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അയണിൻ്റെ ട്രേ വെച്ചിട്ടുണ്ടായിരുന്നു, അത് നാശമായി. ഉപ്പ് ഇങ്ങനെ തട്ടുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും വേണ്ട, അതായത് ഇടയ്ക്കിടയ്ക്ക് മാറ്റണമല്ലോ. അപ്പോൾ ഒരു പാകത്തിലുള്ള റേഞ്ചുള്ളതൊക്കെ മതിയെന്ന് കരുതിയിട്ട് ഞാൻ മീഷോയിലാണ് കേട്ടോ ഈ ട്രേ വാങ്ങിയത്. നല്ല അഫോർഡബിൾ ആണ്. റേറ്റ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ ഓർക്കണില്ല. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് കൂടെ ചോദിച്ചാൽ മതി. റേറ്റും ലിങ്കും ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കറിയാം അതൊരു 6 മാസമൊക്കെ പോവുള്ളൂ. നമ്മൾ ഉപ്പിൻ്റെ ഭരണി വെക്കല്ലേ, അപ്പോൾ പിന്നെ അത് ഉപ്പിൻ്റെ ഇതൊക്കെ സ്പ്രെഡ് ആകുമ്പോൾ അങ്ങനെ നാശമായി പോകും. അപ്പോൾ പിന്നെ ഞാൻ വലിയ പൈസൻ്റെ സാധനം വാങ്ങാതിരുന്നതാണ്. ഞാനിപ്പോൾ കത്തിയൊക്കെ വെക്കുന്ന ഒരു അയണിൻ്റെ കറുപ്പ് ഇതുണ്ടായിരുന്നല്ലോ, അതായിരുന്നു ഇവിടെ ഒരു വർഷമായിട്ട് യൂസ് ചെയ്തിരുന്നത് കേട്ടോ. അതാണ് പിന്നെയും കുറച്ച് നിന്നത്. അതിൽ ഉപ്പായിട്ട് അതിൻ്റെ പെയിൻ്റൊക്കെ പോയി. ഇപ്പം ഞാൻ റീപെയിൻറ്റ് ചെയ്തിട്ടാണ് അതിൽ കത്തി വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ആ ഒരു ഷെൽഫിൻ്റെ താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രൗൺ കളറ് ഈ ഭാഗത്ത് വെക്കാം. മറ്റത് അപ്പുറത്ത് ഹോബിൻ്റെ അപ്പുറത്ത് നമ്മൾ മസാല ബോക്സ് മസാല ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല സെറ്റ്, സെറാമിക്കിൻ്റെ. അതും ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതൊന്നും സെറ്റ് ചെയ്തെടുത്തിട്ടില്ല, ഉപയോഗിക്കാനായിട്ടൊന്നും തുടങ്ങിയിട്ടില്ല. വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടേ ഉള്ളൂ. കുറേശ്ശെ ഇങ്ങനെ കിച്ചണ് നമ്മൾ കൗണ്ടർ ടോപ്പ് മാറ്റിയപ്പോൾ കുറേശ്ശെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വരികയാണ് കേട്ടോ. അടിയിൽ ബുഷൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ വാൾപേപ്പറിന് വലിയ കുഴപ്പമൊന്നും പറ്റില്ല. അപ്പോൾ വാൾപേപ്പർ കണ്ടില്ലേ നിങ്ങൾ? കുറച്ച് ദിവസമായല്ലോ അല്ലേ സ്റ്റിക്ക് ചെയ്തിട്ട്. ഏകദേശം എത്ര ദിവസം ഇപ്പം എൻ്റെ വ്ളോഗ് കണ്ടാലും അറിയാം. ഇത് ഒട്ടിച്ചതിൻ്റെ പിറ്റേന്നാണ് ഇതിൽ ഒട്ടിക്കണ വ്ളോഗ് ഇട്ടത്. അപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. ഇതുവരെ ഒരു ഡാമേജും വന്നിട്ടില്ല. നമ്മൾ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യലൊന്നുമില്ല കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ മേലെ കൂടെ എൻ്റെ കയ്യിൽ നിന്ന് ചൂടുവെള്ളം പോയിട്ടുണ്ടായിരുന്നു കെറ്റലിൽ നിന്ന്. എന്നിട്ടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഒരു പ്രശ്നമില്ല. അപ്പോൾ ഈ ഒരു ട്രേ വൈറ്റ് നമ്മളിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടോ. ഈ ഒരു സെറാമിക്കിൻ്റെ മസാല ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ഇതിന് സെറ്റ്, അതും വെച്ചു. അതിലൊരു മെഷർമെൻറ്റിൻ്റെ സെറാമിക്കിൻ്റെ നമ്മുടെ നെസ്റ്റേഷ്യൻ്റെ പ്രോഡക്റ്റാണ് കേട്ടത്. മെഷർമെൻറ്റ് കപ്പ് 2 സെറ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഒന്നത് അവിടെ വെച്ചു. കൂട്ടത്തിൽ എൻ്റെ ടൈം പീസും വെച്ചിട്ടോ. ടൈം പീസ് ഈ മസാല ഇതിൻ്റെ ആ ടവറിൻ്റെ മേലെ വെച്ചിട്ട് ശരിക്കും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വെച്ചു. ഇത് നല്ലതാണ് കേട്ടോ, നല്ല വുഡാണ്. ഇപ്പോൾ വാങ്ങിയിട്ടുള്ള മീഷോൻ്റെ പ്രോഡക്റ്റിൻ്റെ പോലെ അല്ല. അത് കുറച്ച് റൈറ്റ് ഉണ്ടായിരുന്നു, വുഡിൻ്റെ ആയിരുന്നു. ആമസോണിൽ വാങ്ങിയത് വരുന്നു കേട്ടോ. ഒരു പ്രാവശ്യം ഞാൻ വാർണിഷ് ചെയ്തൊക്കെ ക്ലീൻ ചെയ്തെടുത്തതായിരുന്നു കേട്ടോ. വീണ്ടും നാശാവുക ചെയ്തത്. ഉപ്പ് ഇങ്ങനെ ആവല്ലേ, പിന്നെ കിച്ചണിലല്ലേ, അത്രയൊക്കെ പൂണ തന്നെ വലിയ കിട്ടല്. ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അപ്പോൾ നമുക്കൊരു ഫിഷ് കറി ഉണ്ടാക്കട്ടോ. ആവോലിൻ്റെ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു
ചെറിയൊരു കറി, പിന്നെ ഒരു ഉപ്പേരി ഉണ്ടാക്കണം. അത്രയ്ക്കാണ് ഇന്നത്തെ കുക്കിംഗ് ഉള്ളൂ കേട്ടോ. ചോറ് ഞാൻ ഓൾറെഡി റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. മീൻ കഴുകി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആവോലിൻ്റെ പീസ്. ആവോലിത് ഞാൻ വറുക്കാൻ പാകത്തിനാണ് വെട്ടിച്ചിട്ടുള്ളത്. നല്ല സ്ലൈസ് ആയിട്ടുള്ള തിന്നായിട്ടുള്ള സ്ലൈസസ് ആണ് കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് തിളച്ചാൽ തന്നെ വേവ് വേറാതൊക്കെ നോക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതാ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഇഞ്ചിൽ ഉള്ള ഒരു ഇഞ്ചി കഷ്ണം, ഒരു 4 അല്ലി വെളുത്തുള്ളി അത്യാവശ്യം സൈസുള്ള വെളുത്തുള്ളിൻ്റെ അല്ലിയാണ് കേട്ടോ. അതുകൊണ്ടാണ് 4 അല്ലി ഇടുന്നത്. അതും പച്ച കുനുകുന അരിയണ്ട. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ചുവന്നുള്ളിയും തക്കാളിയൊക്കെ അതിലിട്ടിട്ട് പൊള്ളിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ആദ്യം ഇടുന്ന കാരണം ഇത് കരിഞ്ഞു കൂട്ടാം. കുറച്ച് അത്യാവശ്യം ഒരു സൈസിൽ തന്നെ അരിഞ്ഞെടുക്കാം. ഈ എണ്ണയിലേക്ക് കുറച്ചൊരു പിഞ്ച് ഉലുവയും കുറച്ച് വലിയ ജീരകവും, ഒരു 1/4 ടീസ്പൂണ് വലിയ ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു റെസിപ്പി തന്നെ അയിലയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, ഏതായാലും കാണാത്തവർക്ക് ഉപകാരപ്പെടട്ടെ. ഇതിൽ അയിലയിലും മത്തിയിലൊക്കെ ചെയ്യാം കേട്ടോ ഈ ഒരു റെസിപ്പി. അപ്പോൾ അതാ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എണ്ണയിൽ ഇട്ട് കൊടുത്തു. ഒന്ന് മൂക്കട്ടെ. ഉലുവ ഒന്ന് പൊട്ടിൻ്റെ ശേഷം ഇട്ട് കൊടുത്തത്. ഒന്ന് മൂപ്പിച്ചതിൻ്റെ ശേഷം നമുക്ക് ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് ഒരു കൈപ്പിടി നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആവുമല്ലോ ഉള്ളി, അതുവരെ കേട്ടോ. മുറിച്ചിട്ടൊന്നുമില്ലേ, ചെറിയ ഉള്ളി മുറിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ചമ്മന്തിക്കൊക്കെ ഉണ്ടാക്കൂലേ, അതേപോലെ ചെയ്ത് കൊടുക്കുകയാണ്. തക്കാളി 2 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഞെട്ടി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് 2ആക്കി പിളർത്തുന്നുണ്ട്, 2ആക്കി മുറിക്കുന്നുണ്ട്. ഇത് നമ്മളെ മറ്റേ ഫ്ലഷ് ആയിട്ടുള്ള തക്കാളിയാണ്. ഇതിൻ്റെ സ്ഥാനത്ത് നമ്മൾ നാടൻ തക്കാളിയാണെങ്കിൽ ഒന്നും ചെയ്യാതെ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഉള്ളിൽ നല്ല വാട്ടറി ആയിട്ടുള്ള ഒരു തക്കാളി ഉണ്ടല്ലോ, നാടൻ തക്കാളി, സീഡും നല്ല വാട്ടറി ആയിട്ടുള്ള, അതാവുമ്പോൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം അതിൽ നിന്ന് ഇറങ്ങിയിട്ട് എണ്ണയിലൊക്കെ വെള്ളമാവും. അപ്പോൾ അത് വേണ്ട. ഇതാ ഫ്ലഷ് ആയിട്ടുള്ള തക്കാളി ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനത്തെ തക്കാളി ആണെങ്കിൽ മുറിക്കാതെ ഇട്ട് കൊടുത്താൽ മതി. ഇതിനി അവിടെ കിടന്ന് ഒരു സൈഡ് നല്ലോണം പൊള്ളി വരട്ടെ, എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അതിനിടയ്ക്ക് നമുക്ക് ക്യാബേജ് ഒന്ന് അരിഞ്ഞെടുക്കാം. ക്യാബേജാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത്. സത്യം പറഞ്ഞാൽ വേറെ വെജിറ്റബിൾ ഒന്നും ഇല്ല കേട്ടെന്ന്. വെജിറ്റബിൾസൊക്കെ കൊണ്ടുവന്നിട്ട് വേണം. പോയപ്പോൾ ഞാൻ അധികം സാധനങ്ങളൊന്നും ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കാതെ പോയതായിരുന്നു. അപ്പോൾ വന്നിട്ട് പിന്നെ വാങ്ങാനും പോയിട്ടില്ല കേട്ടോ. എനിക്ക് ക്യാബേജ് ഉപ്പേരി തീരെ ഇഷ്ടമല്ല കേട്ടോ. ഒന്നാമത് തൈറോയിഡിൻ്റെ മെഡിസിൻ കഴിക്കുന്നവർക്ക് ഇത് ക്യാബേജ് കഴിക്കണം അത്ര നല്ലതൊന്നുമില്ല. മെഡിസിൻ കഴിക്കുന്നവർക്ക് നല്ല, തൈറോയിഡിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് കേട്ടോ. എനിക്ക് കുറച്ചുണ്ട്. അപ്പോൾ ഞാനങ്ങനെ കഴിക്കലില്ല. ഇവിടെ മുനീഫിന് ആകെ കൂടെ പറ്റുന്ന ഒരു ഉപ്പേരിയാണ് ക്യാബേജ് ഇട്ട. സത്യം പറഞ്ഞാൽ അവൻ പോയതിൻ്റെ ശേഷം ഞങ്ങൾ ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കിയിട്ടേ ഇല്ല. ഇത് പിന്നെ അന്ന് ഞാൻ വേറെ എന്തോ ആവശ്യത്തിന് കൊണ്ടുവന്ന് വെച്ചതാണ്. ഫ്രൈഡ് റൈസ്ക്ക് വെജിറ്റബിൾസിന് പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ ക്യാബേജ്. പക്ഷേ ഫ്രൈഡ് റൈസ്ക്ക് ഞാൻ ക്യാബേജ് ഇട്ടിട്ടില്ല കേട്ടോ, എനിക്കിഷ്ടമില്ലാത്ത കാരണം. അപ്പം അങ്ങനെ ഇരുന്നതാണ്. അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് വെച്ചതൊന്നും മറക്കണ്ട, അതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. തക്കാളി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അത് ഞാൻ പറഞ്ഞല്ലോ, നാടൻ തക്കാളി അല്ലാത്തതുകൊണ്ടിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ മുഴുവനായിട്ട് തന്നെ ഇടേണ്ടി വരും കേട്ടോ. അപ്പോൾ ഒന്ന് ചട്ടിയിൽ തട്ടുന്ന രീതിയിൽ വെച്ചിട്ട് ഒന്ന് പൊള്ളിച്ചെടുക്കണം കേട്ടോ. പിന്നെ കുറേ ആയില്ലേ ഇപ്പം നമ്മൾ ഇങ്ങനത്തെ വ്ളോഗ് ചെയ്തിട്ട്, ട്രാവലിംഗ് വ്ളോഗ് ചെയ്തിട്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരിക്കും കാണാൻ. പക്ഷെ എന്നാലും ഞാൻ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് കുറേ വർഷങ്ങൾ കാണുമ്പോൾ ഭയങ്കര മെമ്മറി അല്ലേ, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയതൊക്കെ കാണുമ്പോൾ അത് യൂട്യൂബിൽ വീഡിയോ ആയിട്ട് കിടക്കുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് കാണാം. നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചട്ടീൻ്റെ തീ ഓഫ് ചെയ്തിട്ടാണ് 2 സ്പൂണ് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടാൽ ഞാൻ 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി. ചട്ടി ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓഫ് ചെയ്തിട്ടല്ലാതെ ഇടരുത്, കരിഞ്ഞു പോകും. ഒന്ന് ഇളക്കിയിട്ട് ആ ചൂടുള്ള എണ്ണയിൽ കിടന്നിട്ട് ഒന്നാണ് മുത്തോട്ടെ. ഇതൊന്നും അങ്ങോട്ട് തണുക്കട്ടെ, അതുവരെ ഇത് മാറ്റി വെക്കാം. എന്നിട്ട് അരച്ചെടുക്കണം കേട്ടോ. ആ സമയം കൊണ്ട് ക്യാബേജ് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ വേഗം ടൈം വേസ്റ്റ് ചെയ്യാതെ ചടപടേ പണികൾ തീർത്താലാണ് എനിക്ക് ക്ലീനിങ്ങിനൊക്കെ പോകാൻ പറ്റുമല്ലോ. അതാണ് പെട്ടെന്ന് ചെയ്യുന്നത് കേട്ടോ. ക്യാബേജ് സാധാരണ ഉപ്പേരിയായിട്ട് ഉണ്ടാക്കുന്നത്. എനിക്കൊരു ഗ്യാരണ്ടി ഇല്ല അത് കഴിച്ച് തീർക്കും എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ റിസ്ക് ഒന്നും എടുക്കണില്ല. ഇത് അരച്ചെടുത്തിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ നല്ലോണം തണുക്കാറൊന്നും നിന്നിട്ടില്ല. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണല്ലോ അരക്കണത്. അപ്പോൾ പിന്നെ അത്ര തണുത്താൽ മതി. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് അരച്ചിട്ടെടുക്കട്ടോ.
ഗിവ് അവേ വിന്നറെ കണ്ടെത്താൻ എനിക്ക് ഭയങ്കര റിസ്ക് ആയിരുന്നു. റിസ്ക് ഒന്നുമില്ല, കണ്ടെത്താൻ എളുപ്പമുണ്ട്. പക്ഷെ നമുക്കൊരാഗ്രഹം എല്ലാവർക്കും കൊടുക്കണം എന്നാണ് കേട്ടോ സത്യത്തിൽ നമ്മളെ ആഗ്രഹം. പക്ഷെ എന്താ ചെയ്യുക, നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ കഴിയൂലല്ലോ. അപ്പോൾ രണ്ടാളെയാണ് ഞാൻ ചൂസ് ചെയ്തത്. രണ്ടാൾക്കും ഒരേ പ്രോഡക്റ്റ് തന്നെ കൊടുക്കണം കേട്ടോ. ഒരു കുക്ക് വെയർ സെറ്റാണ് കൊടുക്കുന്നത്. 7 പീസസിൻ്റെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കുക്ക് വെയർ സെറ്റാണ് കൊടുക്കുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് കൂടുതൽ ഗിവ് അവേസ് നമുക്ക് കൊണ്ടുവരണം കേട്ടോ. നിങ്ങളെല്ലാവരും പങ്കെടുക്കുവാനും എല്ലാവർക്കും കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ 2 അക്കൗണ്ടും എനിക്ക് പേഴ്സണലി നല്ലോണം പരിചയമുള്ള ആൾക്കാർ തന്നെയായിട്ട് കിട്ടിയത്. ഒന്നുമല്ല, കൂടുതൽ കമൻ്റ് അയച്ചവരെയാണല്ലോ നമ്മൾ തിരഞ്ഞെടുത്തത്. അപ്പോൾ ആദ്യം മുതലേ എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്ന 2 വ്യക്തികളാണ്, എനിക്കറിയുന്നവർ തന്നെയാണ് കേട്ടോ. അവരെയാണ് ഒന്ന് സാനീസിസ് കോർണർ എന്ന് പറഞ്ഞ ഒരു ചാനൽ ചെന്ന് അക്കൗണ്ടിൽ നിന്ന്. അതും എൻ്റെ ഒരു അടുത്ത ഫ്രണ്ടാണ് കേട്ടോ, എനിക്ക് അറിയുന്ന ഫ്രണ്ട് തന്നെയാണ്. അവളും ആദ്യം മുതൽ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾ തന്നെയാണ്. എനിക്ക് ഉറപ്പ് തന്നെയായിരുന്നു അങ്ങനത്തെ ആർക്കെങ്കിലും ആയിരിക്കും കിട്ടുകയെന്ന്. കാരണം വെച്ചാൽ നമുക്കറിയാലോ, എന്നും കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഒട്ടുമിക്ക ഇതും അക്കൗണ്ടും എനിക്ക് കാണാപ്പാടാണ് കേട്ടോ. ഓരോ വ്യക്തികളും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന പോലെയാണ് ഓരോ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ഓരോരുത്തരും കേട്ടോ. നമുക്ക് അത്രയും കുറച്ച് ആൾക്കാരെ ഉള്ളല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഒന്ന് എന്താ നാനൂസ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് എന്നാണ്. അതും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും എൻ്റെ നെയ്ബറുമാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്ന്. അപ്പോൾ അവർക്ക് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളതും. അപ്പോൾ ഞാൻ ഇന്ന് വരും കേട്ടോ. ഞാൻ ആമസോണിലാണ് പ്രോഡക്റ്റ് വാങ്ങിയിട്ടുള്ളത്. ഇന്ന് വരും ഇൻഷാ അല്ലാഹ്. അത് ഞാൻ ഒരാൾ എൻ്റെ അയൽവാസി തന്നെ ആയതുകൊണ്ട് നേരിട്ട് തന്നെ കൊടുക്കാൻ പറ്റും. മറ്റത് കൊറിയർ ചെയ്യേണ്ടി വരും എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ അതാണ് 2 അക്കൗണ്ടിൻ്റെയും സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുക്കാം കേട്ടോ. ഇതാണ് കേട്ടോ 2 ചാനലും, NKM നാനൂസ് പിന്നെ സാനീസിസ് കോർണർ. 2 പേർക്കും എൻ്റെ ഹാർഡി കൺഗ്രാജുലേഷൻസ്. പിന്നെ നമുക്കിനിയും കൂടുതൽ ഗിവ് അവേസ് സംഘടിപ്പിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും പങ്കെടുക്കണം, എല്ലാവർക്കും കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം എല്ലാവർക്കും കൊടുക്കാൻ എന്തായാലും ഇപ്പോൾ സാധിക്കൂലല്ലോ. ഒരുപാട് പേര് സ്ഥിരമായിട്ട് കമൻ്റ് അയക്കുന്നുണ്ട് കേട്ടോ, എന്നവരുണ്ട് കേട്ടോ. എനിക്ക് പേഴ്സണലി അറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓരോ വീഡിയോ ഇട്ടാലും സത്യം പറഞ്ഞാൽ ഞാൻ അവരെ കമൻസ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ. എപ്പോഴാണ് അവരെ കമൻസ് വന്ന് കണ്ടിട്ടില്ലേ വീഡിയോ കണ്ടിട്ടില്ലേ കമൻറ്റ് കണ്ടില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ. പേഴ്സണലി എനിക്കറിയാത്തവരും ഞാൻ നേരിട്ട് ഇതുവരെ കാണുകൂടെ ചെയ്യാത്തവരൊക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അത്. നമുക്ക് കുറേ ഫ്രണ്ട്സിനെ, നമ്മൾ അറിയാത്ത കുറേ ഫ്രണ്ട്സിനെ കിട്ടുക എന്ന് പറയുമ്പോൾ അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പോൾ അത് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, സന്തോഷമുള്ള കാര്യമാണ്, ഹാപ്പി ആയിട്ടുള്ള അവർക്കൊക്കെ കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ നമുക്ക് സാധിക്കൂലല്ലോ. അപ്പോൾ ഓരോരോ ഗിവ് അവേലായിട്ട് എല്ലാവരും നേടിയെടുക്കാനായിട്ട് ശ്രമിക്കട്ടോ. അതേപോലെ തന്നെ ഉള്ള ഓരോ നൂർജഹാൻ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് കേട്ടോ. അതേപോലെ മെലിൻ, സഫിയ അസീസ്, ഇവരൊക്കെ എനിക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് എല്ലാത്തിലും എല്ലാ വീഡിയോസിലും കമൻറ്റ് ഇടുന്ന കൂട്ടുകാരാണ്. അപ്പോൾ അവർക്കൊക്കെ കിട്ടാത്തതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എന്താ ചെയ്യുക, നമുക്കിനി അടുത്ത പ്രാവശ്യം ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റണേ. ഓരോരോ ഗിവ് ഇങ്ങനെ 2 ആൾക്കാർക്കായിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ അന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണേ. അപ്പോൾ എൻ്റെ കിച്ചണത്തെ ജോലിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇന്നത്തെ എഡിറ്റും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത, ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇനി തുടർന്ന് മുന്നോട്ടും നിങ്ങളെ സപ്പോർട്ട് വേണം കേട്ടോ. അപ്പോൾ എന്നാൽ ശരി, ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അസ്സലാമു അലൈക്കും.